ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമുക്ക് അല്പം കൂടി കോംപ്രിഹെൻസീവായ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ SCERT ടെക്സ്റ്റിലെ പേജ് നമ്പർ 454 ഇല്ലസ്ട്രേഷൻ 6 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു മനസ്സിലാക്കാം. Surabhi started business on January 1st, 2010 with a cash of rupees 50,000, furniture of rupees 10,000, goods of rupees 20,000 എന്ന് എഴുതണം. 2,000 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 20,000 ആൻഡ് മെഷീനറി വർത്ത് rupees 20,000. ഇവിടെ സുരഭി തൻ്റെ ബിസിനസ് ആരംഭിക്കുന്ന ദിവസം കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലേ. അതായത് ഇത് ഓപ്പണിംഗ് ലിസ്റ്റ് ആണ്. ആരംഭിക്കുന്ന അന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? 50,000 രൂപയുടെ ക്യാഷ്, 10,000 രൂപയുടെ ഫർണിച്ചർ, 20,000 രൂപയുടെ ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക്, 20,000 രൂപ വിലയുള്ള ഒരു മെഷീനറി, ഇത്രയും തൻ്റെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. During the year, she further introduced rupees 20,000 in her business by opening a bank account. കൂടാതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവള് ഒരു 20,000 രൂപ കൂടി ആ വർഷം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ബിസിനസ്സിലേക്ക് വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 20,000 രൂപ കൂടി അഡീഷണൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട്. From the following information extracted from her books, you are required to prepare final accounts for the year ended 31st December 2010. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് ഒരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇനി എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കിക്കേ. റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ഉണ്ട്, ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്യാഷ് പർച്ചേസിന്റെ എമൗണ്ട് ഉണ്ട്, വേജസ് പെയ്ഡ്, സാലറീസ് ടു സ്റ്റാഫ്, ട്രേഡ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് ഫാക്ടറി, drawings of Surabhi, cash paid to creditors, discount allowed, discount received, bad debts written off, cash balance at the end of the year. ഇത്രയും ഇൻഫോർമേഷൻസ് ഉണ്ട്. കൂടാതെ സുരഭി യൂസ്ഡ് ഗുഡ്സ് വർത്ത് rupees 2,500 ഫോർ പ്രൈവറ്റ് പർപ്പസ്. എന്താ ഇതിൻ്റെ അർത്ഥം? വിച്ച് ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. സുരഭി ഒരു 2,500 രൂപയുടെ സാധനങ്ങൾ, ഗുഡ്സ് ആണ്, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് ആണ് അല്ലേ. ഇനി അത് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ചാർജ് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 10%. ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെഷീനറിക്ക് 20% പറഞ്ഞിട്ടുണ്ട്. ഓൺ December 31st, 2010, her debtors were worth rupees 70,000 and creditors rupees 35,000. Stock in trade was valued on that date at rupees 25,000. ഇപ്പം December 31st, 2010 എന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ഡേറ്റ് ആണ് അല്ലേ. ആ ഡേറ്റിലെ ഡെറ്റേഴ്സിന്റെ എമൗണ്ട്, ക്ലോസിംഗ് ഡെറ്റേഴ്സ് 70,000 ഉണ്ട്, ക്രെഡിറ്റേഴ്സ് 35,000 ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 25,000 ഉണ്ട്. അപ്പം ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കാൻ നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് പോരാ, നമുക്ക് കുറെ കൂടി ഇൻഫോർമേഷൻസ് വേണം. അപ്പം എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്? ഒന്ന്, നമുക്കിവിടെ ക്യാഷ് സെയിൽ തന്നിട്ടുണ്ട്, പക്ഷെ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ഇല്ല. ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതി. അതുപോലെ ക്യാഷ് പർച്ചേസിൻ്റെ എമൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഓപ്പണിങ്ങിലെ ലിസ്റ്റ് ഓഫ് അസറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ മതി. പിന്നെ ക്ലോസിംഗ് ബാലൻസ്, ഇവിടെ ക്ലോസിംഗ് ബാലൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സമ്മറി ഓഫ് ക്യാഷ് തയ്യാറാക്കണം. നമുക്കിവിടെ സമ്മറി ഓഫ് ക്യാഷ് അല്ല തന്നിരിക്കുന്നത്, ഇൻഫോർമേഷൻസ് ഇങ്ങനെ തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ക്യാഷ് അക്കൗണ്ടിൻ്റെ രൂപത്തിൽ റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എല്ലാം ലിസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്രയും ഇൻഫോർമേഷൻ നമുക്ക് അതിലേക്ക് എഴുതണം. അതിനുശേഷം ക്ലോസിംഗ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാങ്ക് ബാലൻസ് ആയിട്ട് വരും. കാരണം ഇവിടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി വരുന്ന ക്യാഷ് എവിടെ കിടക്കുന്നതായിട്ട് ട്രീറ്റ് ചെയ്യണം? ബാങ്കിൽ കിടക്കുന്നതായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സമ്മറി ഓഫ് ക്യാഷും കൂടി തയ്യാറാക്കിയാലാണ് ഈ ക്ലോസിംഗ് ബാങ്ക് ബാലൻസിൻ്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും മിസ്സിംഗ് ഇൻഫോർമേഷൻസ് ആദ്യം നമുക്ക് കണ്ടെത്താം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് തയ്യാറാക്കണം? ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കണം.
അപ്പം ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് നമുക്കറിയാം അസറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എഴുതേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇവിടെ റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് അല്ലേ, അത് റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട്, കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 57,500 അല്ലേ. അതെന്ന് പറയുന്നത് എന്താണ്, അത്രയും തുക ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു അല്ലേ. അപ്പം ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾക്കൊരു സമ്മറി ഓഫ് ക്യാഷും റെഡിയാക്കണം. അപ്പം അതിൻ്റെ റെസീപ്റ്റ് സൈഡിൽ അത്രയും തുക കിട്ടിയതല്ലേ, അതും അതിനകത്തും കാണിക്കേണ്ടതുണ്ട്. പിന്നെ ക്യാഷ് സെയിൽസ്, നമുക്ക് ആദ്യം ഇതെല്ലാം വായിച്ചിട്ട് എങ്ങോട്ടാണ് എഴുതേണ്ടതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ക്യാഷ് സെയിലുണ്ട്. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്മറി ഓഫ് ക്യാഷ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ റെസീപ്റ്റ് സൈഡിൽ എഴുതണം, കൂടാതെ ട്രേഡിംഗ് അക്കൗണ്ടിലും എഴുതേണ്ടതാണ്. ക്യാഷ് പർച്ചേസും ഉണ്ട്. ക്യാഷ് പർച്ചേസ് നടത്തുമ്പം സമ്മറി ഓഫ് ക്യാഷിൽ എവിടെ എഴുതേണ്ടത്, പേയ്മെൻറ്റ് സൈഡിലാണ്. നമ്മൾ അത്രയും ക്യാഷ് പോയതല്ലേ, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. കൂടാതെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും കൂടി എഴുതണമല്ലോ, അപ്പോൾ അവിടെയും കാണിക്കണം. വേജസ് പെയ്ഡ്, സമ്മറി ഓഫ് ക്യാഷിൽ പേയ്മെൻറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലും എഴുതണമല്ലോ. സാലറീസ് ടു സ്റ്റാഫ്, അതും എവിടെയൊക്കെ എഴുതണം, പേയ്മെൻറ്റ് സൈഡിൽ എഴുതണം. കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. പിന്നെ ട്രേഡ് എക്സ്പെൻസസ്, അതും പേയ്മെൻ്റ് ആണ്, അത്രയും എക്സ്പെൻസ് പേ ചെയ്തതാണ്. സമ്മറി ഓഫ് ക്യാഷിൽ പേയ്മെൻറ്റ് സൈഡിലും കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് ഫാക്ടറി ഉണ്ടോ, ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. സമ്മറി ഓഫ് ക്യാഷിൽ പേയ്മെൻറ്റ് സൈഡിലും കാണിക്കണം. കൂടാതെ എവിടെയും കൂടി കാണിക്കണം, ഫാക്ടറിയുടെയാണ്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ കേട്ടോ, അപ്പോൾ അത് എവിടെയും കൂടി കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല, ട്രേഡിംഗ് അക്കൗണ്ടിലും കൂടി കാണിക്കേണ്ടതാണ്. കാരണം ഫാക്ടറിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് എല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ എഴുതേണ്ടത്. അതുകൊണ്ട് നെക്സ്റ്റ് ഡ്രോയിങ്സ് ഓഫ് സുരഭി, 3000 രൂപ സുരഭി എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ ഫേമിൽ നിന്ന് ക്യാഷ് പോകുവാണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ സമ്മറി ഓഫ് ക്യാഷിൽ പേയ്മെൻറ്റ് സൈഡിലും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് എന്ത് ചെയ്യുകയും ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു, അത്രയും തുക എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് സൈഡിൽ സമ്മറി ഓഫ് ക്യാഷിൽ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. കാരണം അത്രയും തുക ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യുന്നതാണല്ലോ. പിന്നെ കൂടാതെ നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, കാരണം ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി അത്രയും തുകയ്ക്ക് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ്, ആർക്ക്, ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ. അപ്പം ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പം എന്ത് ചെയ്യണം, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് എവിടെയും കൂടെ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും കാണിക്കണം. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്, ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ്സിന് ഡിസ്കൗണ്ട് കിഴിവ് കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ അത് എവിടെ കാണിക്കണം, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ അത്രയും തുകയ്ക്ക് ക്രെഡിറ്റേഴ്സിനോടുള്ള ബാധ്യത കുറയുകയല്ലേ, അപ്പം ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും. പിന്നെ ഇവിടെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്തതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ, അതൊരു ഗെയിൻ അല്ല, ഇത്രയും തുക കിഴിവ് കിട്ടി എന്ന് പറയുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചൊരു നേട്ടമാണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം. നെക്സ്റ്റ് ബാഡ്സ് റിട്ടേൺ ഓഫ്, കിട്ടാക്കടം എഴുതി തള്ളി, അതെന്ന് പറയുന്നത് എന്താ, സൺട്രി ഡെറ്ററിൽ നിന്ന് ഡിഡക്റ്റ് ആവുന്നതാണ് അല്ലേ. അപ്പോൾ അത്രയും ബാഡ് ഡെറ്റ് വന്നു കഴിയുമ്പോൾ സൺട്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത് എവിടെ എഴുതണം, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് കൂടാതെ ഈ ബാഡ് ഡെറ്റ് റിട്ടേൺ ഓഫ് എവിടെയും കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം അല്ലേ. പിന്നെ ക്യാഷ് ബാലൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, ആ വർഷം അവസാനിക്കുമ്പോൾ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ആ വർഷം അവസാനിക്കുമ്പോൾ 20,000 രൂപ മിച്ചമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് എവിടെ എഴുതണം, നമ്മുടെ സമ്മറി ഓഫ് ക്യാഷ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് എഴുതണം അല്ലേ. ബാലൻസ് CD എന്ന് പറഞ്ഞിട്ട് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ഇത്രയും തുക ഉണ്ടെന്ന് നമ്മൾ കാണിക്കണം. എന്നിട്ട് ടോട്ടൽ സമ്മറി ഓഫ് ക്യാഷിൽ എല്ലാം എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ ടാലി ആകുന്നില്ലെങ്കിൽ വീണ്ടും ക്യാഷ് മിച്ചം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ തുക എവിടെ കിടക്കുന്നതാണ്, ബാങ്കിൽ കിടക്കുന്ന തുകയായിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്
അതിൻ്റെ ഇതെന്ന് പറയുന്നത് നോക്കിക്കോ, ഒരു ന്യൂ ബിസിനസ്സാണ്, പുതിയതായിട്ട് ആരംഭിക്കുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് ഡെറ്റർ എന്ന് പറയുന്ന ഒരു ഡെറ്റേഴ്സിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാകുമോ? ഇല്ലല്ലോ, ഇപ്പോൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡെറ്ററിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല, കാരണം ന്യൂ ബിസിനസ് ആയതുകൊണ്ട്. അപ്പോൾ അവിടെ നില്ലെന്ന് കൊടുക്കാം. ഡെറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ്, ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ്? ക്രെഡിറ്റിലാണ് വരുന്നതെന്ന് അറിയാം. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ് തന്നിരിക്കുന്നത്? കണ്ടോ, ഈ ക്ലോസിംഗിലെ ലിസ്റ്റിൽ കിടപ്പുണ്ട്. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 70,000. അപ്പൊ അത് ക്ലോസിംഗ് ബാലൻസ് എഴുതിയിരിക്കുന്നു. ഇനി ഡെറ്റേഴ്സിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും 57,500 രൂപ ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1,200 രൂപ ഡിസ്കൗണ്ട് ഡെറ്റേഴ്സിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. 1,300 രൂപയുടെ ബാർ ഡെറ്റ് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡെറ്റർ എന്ന് പറയുന്ന അസറ്റിനെ ഡിക്രീസ് ചെയ്യിക്കുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം ഇത് എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഈ എമൗണ്ടുകളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. റിസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, അതുപോലെ തന്നെ ക്യാഷ് പെയ്ഡ്, ക്യാഷ് ടോട്ടൽ ഡെറ്റേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ് ഉണ്ട്, പിന്നെ ബാർ ഡെറ്റ് റിട്ടേൺ ഓഫ്, ഇതെല്ലാം. അപ്പോൾ അതെല്ലാം ഞാൻ അന്നേരം പറഞ്ഞാണല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങോട്ടേക്ക് എഴുതുന്നു, ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ്. ഇനി അതുപോലെ ഏത് അക്കൗണ്ട് തയ്യാറാക്കുക? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുക. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് എന്ന് നമുക്കറിയാം ലയബിലിറ്റി ആണ്. ഇതെന്ന് പറയുന്നത് ന്യൂ ബിസിനസ് ആയതുകൊണ്ട് പുതിയതായിട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ക്രെഡിറ്റർക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാകില്ല. നമുക്കറിയാം ലയബിലിറ്റിയാണ്, ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ന്യൂ ബിസിനസ് ആയതുകൊണ്ട് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് നില്ല് കൊടുത്താൽ മതി, കാരണം ഓപ്പണിംഗ് ബാലൻസ് ഇല്ലല്ലോ. ഈ ഓപ്പണിംഗ് ലിസ്റ്റിൽ ഇതൊന്നും പറയുന്നില്ല, കാരണം ഇവിടെ എടുത്ത് പറയുന്നുണ്ട് സുരഭി സ്റ്റാർട്ടഡ് ബിസിനസ്, ന്യൂ ബിസിനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. പിന്നെ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് ആയിരിക്കും. ക്ലോസിംഗ് ബാലൻസ് എവിടെ തന്നിട്ടുണ്ട് നോക്കിക്കേ, ക്ലോസിംഗിലെ ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 35,000 തന്നിട്ടുണ്ട്. പിന്നെ ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും, ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലുമാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റർ എന്ന് പറയുന്ന ബാധ്യത കുറയുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്ന്, ക്രെഡിറ്റർക്ക് 42,000 രൂപ കൊടുക്കുമ്പോൾ അത്രയും തുകയ്ക്ക് ആ ബാധ്യത എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് ബിസിനസ്സിന് ഡിസ്കൗണ്ട് കിട്ടുന്നു. അപ്പോൾ അത്രയും തുക കുറച്ച് ക്രെഡിറ്റർക്ക് കൊടുത്താൽ മതിയില്ല, അവിടെയും ക്രെഡിറ്ററോടുള്ള ബാധ്യത ഡിസ്കൗണ്ട് കിട്ടിയ എമൗണ്ടിന് റെഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് അതും എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ഇതിൽ തന്നിട്ടുള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട്. ഇവിടെ 80,000 രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ അക്കൗണ്ടിൽ തയ്യാറാക്കി കണ്ടുപിടിച്ച എമൗണ്ട് ആണ്, അതായത് നമ്മുടെ ബാലൻസിങ് ഫിഗർ. അപ്പം നമുക്ക് ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് കിട്ടി, ക്രെഡിറ്റ് പർച്ചേസിന്റെ എമൗണ്ട് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം അതിന് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തയ്യാറാക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗിലെ ലിസ്റ്റ് നോക്കുക. ഇവിടെയാണ് ഓപ്പണിംഗിലെ ലിസ്റ്റ് തന്നിരിക്കുന്നത്. ബിസിനസ് ആരംഭിച്ചപ്പോൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? 50,000 രൂപ ക്യാഷ്, 10,000 രൂപയുടെ ഫർണിച്ചർ, 20,000 രൂപയുടെ സ്റ്റോക്ക്, 20,000 രൂപയുടെ മെഷീനറി. അപ്പോൾ അതെല്ലാം അസറ്റ്സ് ആണ്, അതെല്ലാം അസറ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ദെൻ വേറെ ലയബിലിറ്റീസ് ഒന്നും അവിടെ വന്നിട്ടില്ല. ദെൻ ടോട്ടൽ ചെയ്യുന്നു. ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ് അല്ലേ? അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാതെ പോലും നമുക്കറിയാം. നമ്മൾ ഇതിൻ്റെ എൻട്രി എഴുതുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓപ്പണിംഗിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് 50,000, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ് 10,000, സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ് 20,000, മെഷീനറി അക്കൗണ്ട് ഡെറ്റ് 20,000 ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. അപ്പോൾ ഇതെല്ലാം ബിസിനസ് ആരംഭിക്കുന്ന ദിവസം കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ എന്താണ്? ക്യാപിറ്റലായിട്ട് വരുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ക്യാപിറ്റൽ 1 lakh എന്ന് കണ്ടെത്താം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അങ്ങ് തയ്യാറാക്കിയേക്കുക. അപ്പോൾ നമുക്ക് തെറ്റാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ആയിരിക്കും ക്രെഡിറ്റ് സെയിൽ, ക്രെഡിറ്റ് പർച്ചേസ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇനി എന്ത് കണ്ടുപിടിക്കണം? ക്ലോസിംഗ് ബാങ്ക് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതിനെന്ത് തയ്യാറാക്കണം? ഒരു സമ്മറി ഓഫ് ക്യാഷ് തയ്യാറാക്കണം. സമ്മറി ഓഫ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും എല്ലാം ലിസ്റ്റ് ചെയ്ത് നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം അതിലോട്ട് റെക്കോർഡ് ചെയ്യുന്നു. റെസീപ്റ്റ്സ് എല്ലാം റെസീപ്റ്റ് സൈഡിലും, പേയ്മെൻറ്റ്സ് എല്ലാം പേയ്മെൻറ്റ് സൈഡിലും. ദെൻ ടോട്ടൽ ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ഫിഗർ എത്രയാണോ അതായിരിക്കും നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്തെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്പണിങ്ങിലുള്ള കൊണ്ടുവന്നിട്ടുള്ള ആ ക്യാഷ് എത്രയാണ് ഓപ്പണിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്? നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എത്രയാണ്? 50,000 അല്ലേ? അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ ആയിട്ട്
റിസീവ് സൈഡിൽ അത്രയും തുക ഓപ്പണിങ്ങിൽ കൊണ്ടുവന്നാണല്ലോ 50,000. പിന്നെ ആ വർഷം തന്നെ ഒരു അഡീഷണൽ ക്യാപിറ്റൽ 20,000 കൊണ്ടുവന്നിട്ടില്ലേ? അതും ബിസിനസ്സിലേക്ക് വന്നതല്ലേ, ഇൻട്രൊഡ്യൂസ്ഡ് 20,000, ഫർദർ ഇൻട്രൊഡ്യൂസ്ഡ് 20,000. അതെന്താണ്? അഡീഷണൽ ക്യാപിറ്റലാണ്. അപ്പോൾ അതും റിസീവ് സൈഡിൽ നമ്മൾ എഴുതേണ്ടതാണ്. പിന്നെ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് 57,500 രൂപ അതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. 57,500 ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് സെയിൽ നടത്തിയപ്പോൾ 45,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇത്രയും റിസീപ്റ്റ്സ് ആണുള്ളത്. പിന്നെ പേയ്മെന്റ്സ്, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്. ആ പേയ്മെന്റ്സ് എല്ലാം പേയ്മെന്റ് സൈഡിലേക്കും എഴുതുക. പർച്ചേസ് ചെയ്തപ്പോൾ, വേജസ് കൊടുത്തപ്പോൾ, സാലറീസ് കൊടുത്തപ്പോൾ, ട്രേഡ് എക്സ്പെൻസ് മെറ്റ് ചെയ്തപ്പോൾ, ഇലക്ട്രിസിറ്റി ബിൽ അടച്ചത്, ഡ്രോയിങ്സ് എത്ര രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ? ഇവിടെ ഡ്രോയിങ്സ് ഓഫ് സുരഭി അത്. പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് 42,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ്, നമ്മുടെ കയ്യിലുള്ള ബാലൻസ്, ക്ലോസിങ് ക്യാഷ് ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ് എത്ര തന്നിട്ടുണ്ട്? 20,000 തന്നിട്ടുണ്ട്. അപ്പോൾ അതും എഴുതണം, 20,000 ക്ലോസിങ് ബാലൻസ്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡ്രോയിങ്സ് എന്നുള്ളത് 3,000 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് 36,000 എന്നാക്കണം കേട്ടോ. ഡ്രോയിങ്സ് 36,000 ഇട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഡ്രോയിങ്സ്, പിന്നെ ക്രെഡിറ്റേഴ്സ്, ബാക്കി അപ്പം എല്ലാ എമൗണ്ടും നമ്മൾ എഴുതി. പിന്നെ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പം റിസീവ് സൈഡിൽ 1,72,500 വരും. പേയ്മെന്റ് സൈഡിൽ 1,59,500 വരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഇനിയും ക്യാഷ് ബാലൻസ് കിടപ്പുണ്ട് അല്ലേ? ആ ബാലൻസ് പറയുന്നത് എത്രയാണ്? ഈ 1,72,500 നിന്ന് 1,59,500 ഡിഡക്ട് ചെയ്തെന്നാൽ ബാക്കി വരുന്ന 13,000 എന്ന് പറയുന്നത് എവിടെ കിടക്കുന്ന തുകയാണ്? നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് അറ്റ് ബാങ്കാണ്, ബാങ്ക് ബാലൻസ് ആണ് ഇത് കേട്ടോ. കാരണം ഇവിടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പം ബാക്കി വീണ്ടും വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ എവിടെ കിടക്കുന്നതാണ്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നതായിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഓർത്തോളണം. അപ്പം ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ വീണ്ടും വരുന്ന ബാലൻസ് പറഞ്ഞാൽ അത് എവിടെ കിടക്കുന്നതായിട്ട് ട്രീറ്റ് ചെയ്തോളണം? ബാങ്കിൽ കിടക്കുന്ന എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്തോളണം. ഇപ്പം നമുക്ക് എല്ലാ മിസ്സിംഗ് ഇൻഫോർമേഷൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. അപ്പം ബുക്സ് ഓഫ് സുരഭി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2010. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹം 20,000 രൂപയുടെ ഗുഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ന്യൂ ബിസിനസ് ആണെങ്കിലും ഇവിടെ സ്റ്റോക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂ ബിസിനസ് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണില്ലായിരുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം സ്റ്റോക്കായിട്ട് ഒരു 20,000 രൂപ 20,000 രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തുണ്ട് ഇവിടെ? ഓപ്പണിംഗ് സ്റ്റോക്ക് 20,000 ഉണ്ട്. ദെൻ പർച്ചേസസ് എഴുതുമ്പോൾ ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും എഴുതിയിട്ട് വേണം ടോട്ടൽ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ നോക്കിക്കേ, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഗുഡ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു ഇങ്ങനെ ഗുഡ്സ് പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം? പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2,500 രൂപയുടെ ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഗുഡ്സ് വിഡ്രോൺ ചെയ്ത എമൗണ്ട് കൂടി ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. അത് ഓർത്തോളണം കേട്ടോ. പിന്നെ ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഡ്രോയിങ്സിൽ എഴുതുമ്പോൾ ക്യാഷ് ആയിട്ട് 36,000, ഗുഡ്സ് ആയിട്ട് 2,500 വിഡ്രോ ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി എമൗണ്ട് വേണം ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കുറയ്ക്കാനായിട്ട്. അത് വിട്ടുപോകരുത്. പിന്നെ എന്തൊക്കെയാണ്? ഇവിടെ വേജസ് 5,000 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് ഫാക്ടറി ഉണ്ട്. പിന്നെ സെയിൽസ്, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് 45,000, അതിൽ ക്യാഷ് സെയിലുണ്ട് 45,000, ക്രെഡിറ്റ് സെയിൽ 1,30,000 നമ്മൾ കണ്ടുപിടിച്ചത്. അത് രണ്ടും കൂടെ ചേർത്ത് 1,75,000. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് 25,000 അത് എഴുതുന്നു. ദെൻ ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ദെൻ ബാക്കിയുള്ള എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് സൈഡിലും, റവന്യൂസും ഗെയിൻസും ക്രെഡിറ്റ് സൈഡിലും. ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് മാത്രമാണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടതുള്ളൂ. ബാക്കി സാലറി കൊടുത്തത്, ട്രേഡ് എക്സ്പെൻസ്, ബാഡ് ഡെറ്റ്, ഡിപ്രീസിയേഷൻ, ഫർണിച്ചറിനും മെഷീനറിക്കും അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ വില നമുക്ക് അറിയാം. ഇവിടെ ഫർണിച്ചറും ൻ്റെയും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെയും അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത്രയുമാണ് ഇവിടെ വരേണ്ട ഐറ്റംസ് ഉള്ളത്. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ബാലൻസിംഗ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ നെറ്റ് പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
ദെൻ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ സുരഭി അറ്റ് December 31st, 2010. എല്ലാം അസറ്റ്സുകളെല്ലാം അസറ്റ് സൈഡിൽ ഇവിടെ അസറ്റ്സ് എഴുതുമ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറയുന്നത് ഇപ്പം ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ എത്രയാണ് ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ 20,000 എന്ന് തന്നിട്ടുണ്ട്. അത്രയും മാത്രമല്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കിടപ്പുണ്ട്. നമ്മൾ സമ്മറി ഓഫ് ക്യാഷിൽ കണ്ടോ, ഇത് രണ്ടും നമ്മുടെ അസറ്റാണ്. ഇത്രയും നമ്മുടെ 20,000 രൂപ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, 13,000 രൂപ ക്യാഷ് അറ്റ് ബാങ്കുമുണ്ട്. അപ്പം അത് രണ്ടും അസറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് 25,000 ഉണ്ട്. ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് എമൗണ്ട് എത്രയാണ്? 70,000 ആണ്. പിന്നെ ഫർണിച്ചറിന്റെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്, അതുപോലെ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എഴുതാനായിട്ട്. ദെൻ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 35,000 ആണ്. ഇവിടെ നമ്മൾ ഫൈനൽ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ക്ലോസിംഗിലെ എമൗണ്ട് വേണം എഴുതാനായിട്ട്. ക്രെഡിറ്റേഴ്സ് കണ്ടോ 35,000. പിന്നെ ക്യാപിറ്റൽ എഴുതുമ്പോൾ ഏത് വേണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു, ഇതാ എത്രയാണ്? 1 lakh. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത് അതും ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കുമ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്തതും ഗുഡ്സ് ആയിട്ട് വിഡ്രോ ചെയ്തതും രണ്ടും കൂടി ഉള്ള എമൗണ്ട് വേണം കുറയ്ക്കാനായിട്ട്. എന്നിട്ടുള്ള ഫിഗർ വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. ദെൻ ടോട്ടൽ ചെയ്യുക, ടാലി ആകും. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.